എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു, മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ജീവിതം സെയിം പ്ലേസിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് എപ്പോഴും തോന്നാറുണ്ടോ? എല്ലാം ട്രൈ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ചേഞ്ച് ഒന്നും എന്റെ ലൈഫിൽ വരാത്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് കോയിൻസിഡൻസ് അല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മൈൻഡിൽ വരുന്നതെന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഒന്നും അല്ല. ഇതൊരു റിയാലിറ്റി ചെക്കാണ്. എല്ലാം ട്രൈ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസി ആണെന്നല്ല. ഇതിനർത്ഥം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ട് കറക്റ്റ് ഡയറക്ഷനിലല്ല ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതാണ് പലപ്പോഴും നമുക്ക് സ്റ്റക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഹോൾ ഡേ ബിസിയാണ് പക്ഷെ അലൈൻഡ് അല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോൾ ഡേ എപ്പോ ചോദിച്ചാലും നമ്മൾ ബിസിയാണ്. പക്ഷെ എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? അതിനൊരു ക്ലാരിറ്റി ഉണ്ടോ? നമ്മൾ ഓടുന്നുണ്ട്, പക്ഷെ എവിടേക്കാണ് ഓടുന്നത് എന്ന് നമുക്കറിയില്ല. ഡയറക്ഷൻ ഇല്ലാത്ത എഫേർട്ട് ടയേർഡ് ആകും, ഫുൾഫിൽഡ് ആവില്ല. അതാണ് മനസ്സ് പലപ്പോഴും തളർന്നു പോകുന്നത്. രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇയർ മാറുന്നുണ്ട്, ലൈഫ് മാറുന്നേ ഇല്ല. ഒരു ഹോണസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ. ലാസ്റ്റ് ഇയർ നിങ്ങൾ ചെയ്ത സെയിം ആക്ടിവിറ്റീസ് തന്നെയാണോ ഈ വർഷവും ഫോളോ ചെയ്യുന്നത്? സെയിം ഡൗട്ട്സ്, സെയിം റിയാക്ഷൻസ്, സെയിം ഓവർ തിങ്കിങ്. അതിനർത്ഥം കലണ്ടർ മാറിയിട്ടുണ്ട്, ലൈഫ് ഒരു തരി പോലും ചേഞ്ച് ആയിട്ടില്ല. റീസൺ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നേ ഇല്ലെന്നർത്ഥം. ലൈഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം എന്താണോ ചെയ്തത് അതിന്റെ സെയിം ഫോട്ടോ കോപ്പി തന്നെയാണ് നമ്മൾ ഈ വർഷവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിഫ്ലക്ഷൻ ഇല്ലാത്ത ഹാർഡ് വർക്ക് പ്രോഗ്രസ് അല്ല നമുക്ക് തരുന്നത്, ബേൺ ഔട്ട് ആണ്. സോ ഡു യുവർ റിഫ്ലക്ഷൻ എവ്രി ഇയർ. എല്ലാ വർഷവും റിഫ്ലക്ഷൻ ചെയ്യുക. ഒരു പടിയെങ്കിലും ലൈഫ് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഇന്നർ വർക്ക് അവോയ്ഡ് ചെയ്യുന്നു. അതായത് നമ്മൾ എപ്പോഴും എല്ലാവരും എപ്പോഴും ലൈഫിൽ ഔട്ടർ ലൈഫാണ് ചേഞ്ച് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ഗോളുകൾ സെറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതൊക്കെ ജോബ് ചേഞ്ച് ചെയ്യണം, മണി ഉണ്ടാക്കണം, സക്സസ് വേണം. പക്ഷെ നമ്മുടെ ഇന്നർ സൈഡ് എങ്ങനെയാണ്? നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ പേടി, ഫിയേഴ്സ് എങ്ങനെയാണ്, സെൽഫ് ഡൗട്ട്, ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ചേഞ്ച് വേണമെന്ന് പറയും, പക്ഷെ ചേഞ്ച് വരുമ്പോ ഭയം തോന്നും. ഇന്നർ വർക്ക് ചെയ്യാതെ ഔട്ടർ ലൈഫ് കറക്റ്റ് ആവില്ല. സോ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇന്നർ നമ്മുടെ എഞ്ചിനീയറിങ്ങിനെ കറക്ഷൻ ചെയ്ത് കൊണ്ടുപോകാനാണ്. ഇന്നർ എഞ്ചിനീയറിംഗ് കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഔട്ടർ നമ്മൾ വയ്ക്കുന്ന ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോർത്ത് പോയിന്റ്, ഓട്ടോ പൈലറ്റ് ലൈഫാണ്. അതായത് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ അല്ല, റിയാക്ഷൻ മാത്രമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഫാമിലി പറയുന്നതിന് റിയാക്ട് ചെയ്യുന്നത്, സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നതിന് റിയാക്ട് ചെയ്യുന്നത്, ഫിയർ വന്നു കഴിഞ്ഞാൽ അതിന് കണക്റ്റഡ് ആയിട്ട് പല റിയാക്ഷൻസും കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മുടെ റിമോട്ട് നമ്മൾ വേറെ പലരുടെ കയ്യിലും കൊണ്ട് കൊടുത്തിട്ട് അവര് ചാനൽ മാറ്റുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കുക. പലരുടെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കൺട്രോൾ പോയി എന്ന് നമുക്ക് തോന്നുന്നത്, സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് തോന്നുന്നത്, ഒന്നും നടക്കുന്നില്ല, മൈൻഡ് പലപ്പോഴും ഡൗൺ ആകുന്നത് അതുകൊണ്ടാണ്. ഫിഫ്ത് പോയിന്റ്, സെൽഫ് ക്രിറ്റിസിസം. അതായത് സ്റ്റക്ക് ആയി എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ സെൽഫ് ബ്ലെയിം ചെയ്യും. എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, എല്ലാവർക്കും കഴിയുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നിനും പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും ഫെയിലിയർ ആവുകയാണ്, എന്ത് സെറ്റ് ചെയ്താലും എനിക്ക് ലൈഫിൽ വർക്ക് ആവുന്നില്ല, ഇങ്ങനെയുള്ള തോട്ടുകൾ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഇത് സത്യമല്ല. ശരിക്കും സ്റ്റക്ക് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, ഇത് ഗ്രോത്ത് പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിടുമ്പോ അത് ഡാർക്ക് ആണ് അല്ലെ? മണ്ണിനടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അതൊന്നും കാണുന്നില്ല പുറമെ. പക്ഷെ മണ്ണിനടിയിലുള്ള വിത്ത് സൈലന്റ് ആണ്, പക്ഷെ അത് ഗ്രോത്ത് ആണ്. ഒരു സ്റ്റേജിൽ അത് പുറത്തു വരുമ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന ആക്ടിവിറ്റീസ് ലൈഫിൽ പലപ്പോഴും ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴും അതൊരു ഗ്രോത്ത് ഫേസ് ആണ്. അതിന് റിസൾട്ട് വരുന്നത് ആ ഒരു ഗ്രോത്ത് ഫേസ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. സോ അതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ഫീല് നമുക്ക് വരുന്നുണ്ടെങ്കിൽ റിയലൈസ് ചെയ്യുക,
ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഫേസ്. ക്ഷമയോടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചോണ്ടേയിരിക്കുക. ഇനി എങ്ങനെ നമുക്ക് ലൈഫ് റീസെറ്റ് ചെയ്യാം? 3 സിമ്പിൾ സ്റ്റെപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സുകളാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, നമ്മളെ പുഷ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. കുറച്ച് പോസ് എടുക്കുക, റിലാക്സ് ചെയ്യുക, മെന്റൽ റിഫ്രഷ്നെസ് കൊടുക്കുക, മനസ്സിനെ കേൾക്കുക, ലിസൺ ടു യുവർ മൈൻഡ് ആൻഡ് ബോഡി. അതിനെ കേട്ടിട്ട് മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുക. ഇനി രണ്ടാമത്തത്, ഇൻപുട്സ് കൊടുക്കുന്നത് മാറ്റാം. നമ്മൾ സെയിം ഇൻപുട്സ് തന്നെ ആയിരിക്കും കൊടുക്കണം. സെയിം തോട്ട്സ്, സെയിം കണ്ടന്റ്, സെയിം എൻവയോൺമെന്റ്. അങ്ങനെയാണെങ്കിൽ സെയിം ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. അതിനെ ഒന്ന് മാറ്റി പിടിക്കണം. ഇൻപുട്ട് കൊടുക്കുന്നത് മേ ബി നമുക്ക് അറിയില്ലായിരിക്കും. സോ സക്സസ് ആയ പീപ്പിളിന്റെ ഒപ്പീനിയൻ എടുക്കുക, നമ്മൾ ചെയ്യുന്നുള്ള മിസ്റ്റേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, റിഫ്ലക്ട് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുന്ന ഇൻപുട്ട് നമ്മളൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വരുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരു അലൈൻഡ് ആക്ഷൻ, ഒരേ ഒരു ആക്ഷൻ ഡെയിലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. 10 കാര്യങ്ങൾക്ക് പിന്നാലെ പോകരുത്. അത് ഇത് അങ്ങനെ അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകരുത്. ഒരു മീനിങ് ഫുൾ സ്റ്റെപ്പ് വെക്കുക, അതിനെ കൺസിസ്റ്റൻസിയോട് കൂടെ ചെയ്യുക. കൺസിസ്റ്റൻസി ആണ് റിയൽ മാജിക്. ഫൈനലി, നിങ്ങൾ സ്റ്റക്ക് ആണെന്ന് തോന്നുന്നത് ഒരു പണിഷ്മെന്റ് അല്ല ഒരിക്കലും. ഇതൊരു ഇൻവിറ്റേഷൻ ആണ്. എങ്ങോട്ടുള്ള ഇൻവിറ്റേഷൻ? നമ്മുടെ ഒരു നെക്സ്റ്റ് വേർഷനിലേക്ക് പോകാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം ക്ലാരിറ്റി വരാൻ തുടങ്ങി. അതിന് നമ്മൾ ലിസൺ ചെയ്യുക. ഇപ്പൊ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഗ്രോത്ത് നടക്കുന്നുണ്ടോ എന്നാണ് അർത്ഥം. പല ഡിസ്ട്രാക്ഷൻസും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ വെക്കുന്ന ഗോള് വർക്ക് ആകുന്നുണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങി എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇടയായത് അതുകൊണ്ട് തന്നെയാണ്. ഞാനും പലപ്പോഴും ലൈഫിൽ പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയോടുകൂടെ ചെയ്യുമ്പോൾ എനിക്കൊരു മൈൻഡ് ഡൗൺ ആവുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും, ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെറുതെയാണ്, ഒന്നും നടക്കാൻ പോകുന്നുള്ള ഒരു തോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു റൈറ്റ് ടൈമിൽ ഒരു ഗൈഡൻസ് കിട്ടി. ഞാൻ അതിനെ എടുത്ത് അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഒരു ഫേസ് ഞാൻ ഓവർകം ചെയ്ത് പോയപ്പോൾ ബ്യൂട്ടിഫുൾ റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലിസൺ ചെയ്യുക, നമ്മൾ റെഡിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതൊരു നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഗോളിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡൂ ദ ആക്ടിവിറ്റീസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തോണ്ടേ ഇരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ടച്ച് ആയെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവയർനെസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ലൈഫ് ഓട്ടോമാറ്റിക്കായി മാറി തുടങ്ങും. പല ലൈഫിൽ സെറ്റ് ചെയ്യുന്ന പല ഗോളുകളും വിത്ത് ക്ലാരിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് കോച്ച് വിൻസി നിജു.